അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് പാവക്ക മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ പാവക്ക തോരൻ എന്നൊക്കെ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാവക്ക എടുത്തിട്ടുണ്ട്, ഒരു നേന്ത്രക്കായും ഒരു മീഡിയം സൈസുള്ള ഒരു സവോളയും എടുത്തിട്ടുണ്ട്. പിന്നെ പപ്പായൻ്റെ ഒരു ചെറിയ കഷ്ണം മതി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പപ്പായ ഇവിടെ ഉള്ളതുകൊണ്ട് എടുത്തതാണ്, ഉണ്ടെങ്കിൽ എടുത്താൽ മതി. പിന്നെ ഒരു നേന്ത്രക്കായും ഒരു മീഡിയം സൈസ് സവാളയും ഇതെല്ലാം കൂടി ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പാവക്ക ഞാൻ 4ആയി കീറിയിട്ട് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തെടുത്താണ്. അതേപോലെ തന്നെ പച്ചക്കായ, നേന്ത്രക്കായനെ വേണം കേട്ടോ, അല്ലെങ്കിൽ ഉടഞ്ഞിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇതായി പോകും. നേന്ത്രക്കായ ആകുമ്പോൾ പിന്നെ ഉടഞ്ഞു പോവില്ലല്ലോ. പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി മതി കേട്ടോ. നമുക്ക് പാന് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായതിൻ്റെ ശേഷം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. അതൊന്ന് ജസ്റ്റ് ചൂടായിട്ട് അതിൻ്റെ പച്ചമണം മാറി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് വലിയുള്ളി, സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. നമുക്കിത് വഴന്ന് വരുന്ന സമയത്ത് കട്ട് ചെയ്താൽ മതി കേട്ടോ. ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ കട്ട് ചെയ്തത്. ഇത് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് പാവക്കയും നേന്ത്രക്കായൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ പപ്പായ ഉള്ളതുകൊണ്ടാണ് പപ്പായ ഇട്ടത്, ഇല്ലെങ്കിൽ ഇടണ്ട. അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഞാൻ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ സമയത്ത് തന്നെ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഞാൻ മറന്നിട്ട് പിന്നെ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് നന്നായി വഴന്ന് വരട്ടെ. പിന്നെ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളെ കമൻറ്റുകളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഉള്ളി ഒന്ന് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാവക്ക ഇട്ട് കൊടുക്കാം. പാവക്ക ഒന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. പാവക്കൊക്കെ കുറച്ച് വേവുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണമെങ്കിൽ മൂടി വെക്കാം, ഇല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പോഴാണ് ഓർമ്മയായത്. അപ്പോൾ ഞാൻ വേഗം കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇതിൻ്റെ കുറേയൊക്കെ കയ്പ്പ് പോകും കേട്ടോ. പാവക്ക പൊതുവേ ഞാനും കഴിക്കലുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഇതിൻ്റെ കയ്പ്പ്, നല്ല കയ്പ്പുള്ളതൊക്കെ പോയിട്ട് കയ്പ്പുണ്ടാവും, എന്നാലും വലിയ കയ്പ്പുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെ ഞാനും കഴിക്കൽ തുടങ്ങി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്കും, പിന്നെ നമ്മൾ കുറേ ആൾക്കാർ കഴിക്കാത്തവരുണ്ടാവില്ല, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ അവർ കഴിക്കും. പിന്നെ ഞാനിതിലേക്ക് പച്ച നേന്ത്രക്കായ തന്നെ എടുക്കണം കേട്ടോ. നേന്ത്രക്കായ ആകുമ്പോൾ നമുക്ക് വെന്തുടയില്ല. മറ്റേതാകുമ്പോൾ പിന്നെ വേറെ ഏത് കായാണെങ്കിലും ഒന്നിങ്ങനെ ഉടഞ്ഞു പോകുമല്ലോ, അപ്പോൾ അങ്ങനത്തെ എടുക്കരുത്. പിന്നെ ഈ പപ്പായ അങ്ങനെ വെന്തുടയാത്തൊരു പപ്പായയാണ്. അപ്പോൾ അതും ഞാനൊരു ചെറിയ പീസ് എടുത്തിട്ടുള്ളൂ, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട, സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് നേരം വേവിച്ചതിൻ്റെ ശേഷം നമുക്ക് ഒന്ന് മൂടി തുറന്നിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിച്ച് പോകും. കാരണം വെള്ളം ഒട്ടും ചേർക്കണില്ലല്ലോ. പിന്നെ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഒരു പച്ചമുളകും കീറിയിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂണ് പൊടിപ്പൂ. ഉപ്പ് ഓരോരുത്തരുടെ പാകത്തിനാണ് ഇട്ട് കൊടുക്കുക. നമുക്ക് ഒരു മീഡിയം സൈസ് ഉപ്പ് വേണ്ടവർക്കാണ് 1.5 ടീസ്പൂണ് പൊടിപ്പ് ഇട്ട് കൊടുക്കുന്നത്. ചിലർക്ക് ഒട്ടും ഉപ്പ് വേണ്ടി വരില്ല, അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ മഞ്ഞളും മുളകും ഉപ്പും ഇതൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായി വഴന്നിട്ട് ഒന്നിങ്ങനെ നന്നായി ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം പിന്നെ നമ്മളൊന്ന് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഒട്ടും വെള്ളം ചേർക്കണില്ലല്ലോ, അപ്പോൾ അടി പിടിച്ച് പോകും. ഇപ്പോൾ ഒരുവിധമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പാകം എന്തൊക്കെയാണോ നോക്കിയിട്ട് ഇല്ലാത്തതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് 1-2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. ഞാൻ അതും ഈ പറഞ്ഞ പോലെ മറന്നുപോയി. പിന്നെ എരിവുണ്ടായിരുന്നു കേട്ടോ മുളക് പൊടി ഇട്ട കാരണം. പച്ചമുളകൊക്കെ ഇട്ടാലൊരു വേറെ ടേസ്റ്റാണ്. അപ്പോൾ ഞാനിടാൻ മറന്നുപോയി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഇങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പാവക്ക ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടമാവും. പിന്നെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറേശ്ശൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവരെ കഴിച്ച് ശീലമാക്കിപ്പിക്കുക. ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ കഴിക്കലുണ്ടായിരുന്നില്ല, ഏതായാലും ഇപ്പോൾ കഴിക്കൽ തുടങ്ങിയൊക്കെ ചെറുതായിട്ടൊക്കെ.
ഞാൻ ഗ്യാസ് സ്റ്റവ് ഓഫാക്കി കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. കരിവേപ്പിൻ്റെ ഇലയൊക്കെ പിന്നെ ഇവിടെ വീട്ടിലുള്ളതുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കിട്ടാത്ത ആൾക്കാരുണ്ടാവും, അപ്പോൾ അവർക്ക് സ്കിപ്പ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മക്കളൊക്കെ വിദേശത്താണ്, അപ്പോൾ അവർക്കൊന്നും കരിവേപ്പിൻ്റെ ഇല കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നന്നാവും. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഞാനൊരു പ്ലേറ്റിലേക്ക് എടുക്കുന്നുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടാവും പാവക്ക ഇഷ്ടമുള്ളവർക്കൊക്കെ. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.